വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 10 ചോദ്യങ്ങളായിട്ടുള്ള ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ മത്സരം ഇവിടെ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വലിയൊരു മഹത്തായ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ സാധാരണ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന അസുഖങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വീടില്ലാത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. പാവങ്ങളെ സഹായിക്കുക, അതോടൊപ്പം തന്നെ 100 സാധാരണക്കാർക്ക്, അതായത് 100 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹസംഗമം കൂട്ടായ്മ സെപ്റ്റംബർ 1-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. രാഷ്ട്രീയ, മത, സാമൂഹിക, കലാമേഖലയിലെ നിരവധി സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടാകും. ഈ ഒരു പരിപാടിയിൽ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ മീഡിയ VMTയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് പങ്കാളികളാവാം. ഇത്രമാത്രം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. അപ്പോൾ പതിപോലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരമ്പിന്റെ കല്ലാണ് മാനേജർ കണ്ടതയ്യ. അടിപൊളി. ഇഞ്ചോടിഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ്. 10 ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഒരു വലിയൊരു ടീമിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ടീമിനെ പൂർണ്ണമായിട്ട് ഒരു എപ്പിസോഡിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വേണ്ടി വരും. ഒന്ന് ഓടിച്ച് പരിചയപ്പെടുകയാണ്. ഇങ്ങോട്ട് നോക്ക്. പേര് പറ. സുഖമായിരിക്കും അമ്മ? ഹാപ്പിയാണോ? എല്ലാവരും ഒരുമിച്ച് വന്നവർ തന്നെയാണോ? ഫുൾ ടീം. ഓക്കെ. എവിടെ നിന്ന് വന്നു? കൊല്ലത്തുനിന്നാണ് വന്നിരിക്കുന്നത്. ശരി. സുഖം. എത്ര മണിക്ക് എത്തി മ്യൂസിയത്തിൽ? 11:30. ഫുഡ് കഴിച്ചില്ല എന്നോ? ശരി. പേര് പറ. ഇനി ആരെങ്കിലും ഉണ്ടോ? നിൽക്ക്. എവിടെ പോയി കിടക്കണം? നിൽക്ക്. എല്ലാവരും നിൽക്ക്. ശരി. ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? എന്താണ് ജോലി ചെയ്യുന്നത്? ഹോൾസെയിൽ. പേരെന്താണ്? പേടിച്ച് നിൽക്കണ്. അഞ്ജന എന്ത് ചെയ്യുന്നു? അഞ്ജന എത്രയല്ല പഠിക്കുന്നത്? ഡിഗ്രി. എവിടെയാണ് പഠിക്കുന്നത്? കൊല്ലം തന്നെയാണോ? ഓക്കെ. ശരി. പേര് പറ. ലക്ഷ്മി ചേച്ചി. എന്താണ് ജോലി? എന്താണ്? ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്? എവിടുന്ന്? ഏത് സ്ഥാപനമാണ്? ശുചി ഗാർമെന്റ്സ് അല്ലേ? ഗാർമെന്റ് ഷോപ്പാണ് അല്ലേ? വെരി ഗുഡ്. ഗാർമെന്റ് ഷോപ്പിൽ ഹോൾസെയിൽ ഷോപ്പിലുള്ള മെമ്പേഴ്സ് ആണ് എല്ലാവരും അല്ലേ? ശരി. ഫാമിലീസ് ആണ്. വെരി ഗുഡ്. ശുചി ഗാർമെന്റ്സ്. റൈറ്റ്. ഓക്കെ. പേര് പറ. വർഷ. സുജ. ശോഭ. പ്രീത. വൈകി എത്രയിൽ പഠിക്കുന്നു? നീ കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കുക. 7-ാണോ 8-ലാണോ? 8-ല്. ഓക്കെ. പറ. പേര് പറ. ക്രിസ്റ്റീന. എത്രയിൽ പഠിക്കുന്നു? ഇത് ആരാ വാങ്ങിച്ചു തന്നെ? ആര് വാങ്ങിച്ചു തന്നു? ക്രിസ്റ്റീന. പേര് പറ. ഇതാര് വാങ്ങിച്ചെന്ന്? വാങ്ങിച്ച ടേസ്റ്റ് ഉണ്ടാ? ശരി. പേര് പറ. അയ്യോ വിട്ടുപോയി കേട്ടോ. സോറി. ഞാൻ ഒരു മെയിൻ ആൾ ഇവിടെ നിൽക്കുമ്പോ അല്ലേ എനിക്ക് ബൈ മിസ്റ്റേക്ക്. പേര് പറ. ചേച്ചിയാണോ ഇതിന്റെ ഫുൾ നിയന്ത്രിക്കുന്ന ഒരാൾ? എല്ലാവരും ഉണ്ട്. ശരി. ചേച്ചി എത്ര വർഷമായി ഇവിടെ ഈ ഗാർമെന്റ്സ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കമ്പനിയിൽ 10 വർഷമായി. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണോ? റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ശരി. പേര് പറ. എന്ത് ചെയ്യുന്നു സൂര്യകാരി? എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ കൊല്ലത്തേക്ക് എപ്പോ വന്നു? മകളാണ് അല്ലേ? എത്ര ഇപ്പോ ജോലി തുടങ്ങിയിട്ട്? 1 വർഷമാവുന്നു. ശരി. പേര് പറ. വേദിക. എത്രയല്ല പഠിക്കുന്ന? വേദിക കുട്ടി 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? ശരി. പേര് പറ. ആദി വൈഷ്ണവി. ഓക്കെ. എത്രയല്ല പഠിക്കുന്നു? 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ സ്കൂളിലാ? ശരി. പറടാ, നിന്റെ വിശേഷം കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. പേര് പറ. അനന്ത്. സുഖമായിരിക്കുന്ന? ക്ലാസ്സിൽ അല്പം വില്ലത്തരൊക്കെ കാണിക്കുന്ന ആളാന്ന് തോന്നുന്നില്ല അനന്തു. പാവാണോ? ഓക്കെ. എത്രയല്ല പഠിക്കുന്നത് അനന്തു? 10-ൽ. ഏത് സ്കൂളിലാ? ഓക്കെ. പേര് പറ. അഭിനേഷ് എന്ത് ചെയ്യുന്നു? +1 പഠിക്കുകയാണ്. ഓക്കെ. പേര് പറ. മഞ്ജു. ഈ കമ്പനി തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. ശരി. വിഷ്ണു. സുഖമായിരിക്കുന്നു? ഹാപ്പി. നന്ദു. എന്താ ചെയ്യുന്നത്? ബില്ലിംഗ് സെക്ഷനിൽ. താങ്കൾ? സെയിം ബില്ലിംഗ്. ഓക്കെ. ഉണ്ണികൃഷ്ണൻ ബില്ലിംഗ് തന്നെയാണോ? എല്ലാം ഉണ്ട്. ഓക്കെ. എനിക്കും മാനേജറാ മാറിയിരിക്കുന്നു. ശരി. ഈ ശുചി ഗാർമെന്റ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? എവിടെ
14 വർഷമായി. ഓക്കെ. എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടോ? എക്സ്പോർട്ടിംഗ് എല്ലാ രാജ്യങ്ങളിലേക്കും ഉണ്ട്. യു കെ സ്പെഷ്യൽ അവിടത്തേക്കാണ് കൂടുതൽ. ഓക്കെ. എന്തൊക്കെ പ്രൊഡക്റ്റുകളാ? സാരി ഒഴിച്ച് എല്ലാ ഗാർമെന്റ്സ് ഐറ്റംസും ഉണ്ട്. ജെൻസ് എല്ലാം ഉണ്ട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. അറിയുന്നതായിരിക്കാം ചിലപ്പോൾ. ശുചി അല്ലേ? ഗാർമെന്റ്സ്. ഓ, പരസ്യം പറയാൻ എന്താ താല്പര്യം. ഓക്കെ. ആരാ പാട്ട് പാടുന്ന ആരുണ്ടെന്ന് പറഞ്ഞല്ലോ? അതാണ് അടിപൊളിയായിട്ട്. കൊല്ലത്ത് വന്നവരല്ലേ? നല്ല വൈബായിരിക്കും. സൂപ്പർ ആയിരിക്കും. കുറച്ച് മുന്നോട്ട് നിന്നോ. പാടി റെഡി. അമ്മ തുടങ്ങണം കേട്ടോ. ഓക്കെ. ഏത് പാട്ടാ പാടുന്നത്? പാട് കേൾക്കട്ടെ. ഒരുപാട് പേര് കാണുന്ന ഓരോ നിങ്ങളെ UK അവിടെ നിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക പ്രോഗ്രാം. ലൈവ് അല്ലേ? റെക്കോർഡിംഗാ? ഏത് പാട്ടാ പാടുന്നത് ചോദിക്കുകയാണോ? അല്ല. ഓക്കെ. റെഡി. ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. സമയമില്ല, പെട്ടെന്ന്. എല്ലാരും ചൊല്ലണ്ട് പാട്. എല്ലാരും ചൊല്ലണ്ട്. കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരമ്പിന്റെ കല്ലാണ്. മാനേജർ പാട്. കണ്ടതയ്യാ. അടിപൊളി. 10 ചോദ്യത്തില് ഞാൻ ഓരോ ചോദ്യം പറയാം. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. പറയുന്ന ഉത്തരം ഇത്തിരി ഉറക്കെ പറഞ്ഞേക്കണം കേട്ടോ. ചോദ്യം: മുറിച്ചു മാറ്റിയാൽ ഒരു പേരും മുറിക്കാതെ പോയാൽ മറ്റൊരു പേരും പറയുന്നത് എന്തിനാണ്? മുറിച്ചു മാറ്റിയാൽ ഒരു പേര് പറയും, മുറിക്കാതെ പോയാൽ മറ്റൊരു പേര് പറയും. എന്താണ്? പറയടാ, പറ. സർ, മുറിച്ചു മാറ്റിയാൽ ഒരു പേര് പറയും, മുറിക്കാതെ പോയാൽ മറ്റൊരു പേര് പറയും. ഓക്കെ. അതിന് പറഞ്ഞോ. അല്ല, ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. ക്ലൂ എന്ന് പറയാം, ജീവിയല്ല. ഒരു ക്ലൂ ഞാൻ തരാം. ഗൾഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഈ മരുഭൂമിയല്ല ഈ ഒരു, അതായത് ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരഭാഗമാണ്, ശരീരത്തിലെ ഒരു സംഭവമാണ്. കൂടുതലും ഇതുകൊണ്ട് വേദന അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. മുടി. എങ്ങനെ പറയും? മുറിച്ചു മാറ്റിയാൽ ഒരു പേര് മൊട്ട, മുറിക്കാതെ പോയാൽ കഷണ്ടി. റൈറ്റ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: 2 സ്ത്രീകളുടെ പേരുള്ള മറ്റൊരു സ്ത്രീയുടെ പേര്. 2 സ്ത്രീകൾ. എനിക്ക് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. ഈ ചോദ്യമായിട്ട് ഏപ്റ്റായിട്ടൊന്നും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. 2 സ്ത്രീകളുടെ പേര് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീയുടെ പേര്. രണ്ട് സ്ത്രീകളുടെ പേര് ഒളിഞ്ഞു മീൻസ് 2 സ്ത്രീകളുടെ പേര് ചേർന്നാൽ കിട്ടുന്ന മറ്റൊരു സ്ത്രീയുടെ പേര്. 2 സ്ത്രീകളുടെ പുഷ്പലത. റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് സുമലത എന്നും പറയാം. ഞാൻ പറഞ്ഞോ, ഒരു ആപ്റ്റായിട്ട് വരുന്ന ഉത്തരം പറഞ്ഞാൽ മതി. വെരി ഗുഡ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം: നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരുപാട് നിറങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ചില നിറങ്ങളോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാകും. ഇഷ്ടമുള്ള നിറം ഏതാണ്? മെറൂൺ. ഓക്കെ. അപ്പോൾ നമുക്ക് ചില നിറങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. ചോദ്യം: കാ പോയി വാ ആകുമ്പോൾ നിറം മാറുന്നത് എന്താണ്? കാ മാറ്റി വാ ചേർത്ത് കഴിഞ്ഞാൽ നിറം മാറുന്നത് എന്താണ്? കുസൃതിയാണ്, ആ രീതിയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. കാ മാറ്റി മാറ്റി അവിടെ വാ ചേർത്ത് കഴിഞ്ഞാൽ നിറം മാറുന്നത് എന്താണ്? നിറമാണേ, നിറം. വെറും കായല്ല, ക മാറ്റി അവിടെ വാ, വടയില്ലേ, വടയുടെ വാ ചേർത്ത് കഴിഞ്ഞാൽ നിറം മാറും. ഒരു ക്ലൂ ഞാൻ തരാം. ഇതിലെ ആദ്യത്തെ നിറം എന്ന് പറയുന്നത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിറം. രണ്ടാമത്തെ നിറം മാറി വരുന്നത് ചില ആൾക്കാർ ആത്മീയതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിറം. ആത്മീയത അല്ലെങ്കിൽ ഭക്തി. കാവി. ഓക്കെ. അതിന് മുന്നുള്ള നിറം ഏതാണ്? കാ മാറ്റി വാ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ആളെന്നെ ഉത്തരം പറയട്ടെ. കവിയോ? കാ മാറ്റി വാ ചേർത്ത് കഴിഞ്ഞാൽ നിറം. ആദ്യം പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? കാവി. റൈറ്റ്. അത് ഓക്കെയാണ്. കാവി എന്ന് പറയുന്ന ഒരു നിറമാണ്. ശരി. അത് ഞാൻ ശ്രദ്ധിക്കണം. ഒരു ക മാറ്റി വാ ചേർത്ത് കഴിഞ്ഞാൽ നിറം മാറും. രണ്ടാമത് വരുന്ന നിറം കാവിയാണ്. ആദ്യം വരുന്ന നിറം എന്താണ്?
ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നിറം, ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിറം കാക്കി. റൈറ്റ് ആൻസർ കാക്കി. കാ മാറ്റി വാ ചേർത്ത കാവി. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, ജോലിയുടെ ഭാഗമായി ചിലർ ചെയ്യുമ്പോഴും മോഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാലും പൊതുവായി പറയുന്ന വസ്ത്രത്തിൽ ഒരു ഭാഗം ഏതാണ്? പോക്കറ്റ് അടി. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. കണ്ട. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഒരു അക്ഷരമാണ്, രണ്ട് രീതിയിൽ ഉച്ചരിക്കാൻ പറ്റും, എന്താണ്? മലയാളത്തിലെ ഒരു ചെറിയൊരു അക്ഷരം, രണ്ട് രീതിയിൽ ഉച്ചരിക്കാൻ പറ്റുന്ന മലയാളത്തിലെ അക്ഷരം ഏതാണ്? രണ്ട് രീതിയിൽ. നായും. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. നാ. ഓക്കെ. അടുത്ത ചോദ്യം, പേരിൽ രണ്ടക്ഷരം ഉണ്ടെങ്കിലും ഒരക്ഷരം ചേർത്താണ് എന്നെ കൂടുതലായിട്ട് പറയാറ്, എന്താണ്? പേരിൽ. ചോദ്യം പറഞ്ഞാൽ തീരട്ടെ, എന്തോ ഒരു ആവേശല്ലേ. പേരിൽ രണ്ടക്ഷരം ഉണ്ടെങ്കിലും ഒരക്ഷരം ചേർത്താണ് എന്നെ പൊതുവെ പറയാറ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഗൗരവത്തോടൊക്കെ പറയാം. ക്ലൂ പറ. ക്ലൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വാക്കിന് അർത്ഥം എന്താണെന്ന് മലയാളികൾക്ക് ആർക്കും അറിയില്ല. ഓക്കെ. പക്ഷെ എന്നാലും ചില സമയത്ത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോലും നമ്മൾ ചിലപ്പോൾ ഈ ഒരു വാക്ക് പറയാറുണ്ട്. അല്ല, പൊതുവെ കാഷ്വലി നമ്മൾ സംസാരത്തിൽ പറയുന്ന ഒരു വാക്കാണിത്. അതായത് പേരിൽ രണ്ടക്ഷരമുണ്ട്, പക്ഷെ ഒരു അക്ഷരം ചേർത്ത് ഇത് പറയാറുള്ളൂ. അല്ലല്ല, അമ്മ പറമ്മ. പേരിൽ രണ്ടക്ഷരമുണ്ട്, പക്ഷെ ഒരക്ഷരം അല്ല. പേരിൽ രണ്ടക്ഷരമുണ്ട്. അല്ല 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 ഒരക്ഷരം ചേർത്ത് നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, എൻ്റെ അറിയാവോ? ഓക്കെ, ഞാൻ പറയാം. അതിലെ ശരി ഉത്തരം എന്ന് പറയുന്നത് കമ. പേരിൽ രണ്ടക്ഷരം ഉണ്ട്, പക്ഷെ നമ്മൾ ചേർത്ത് പറയുന്നത് കമ എന്നൊരക്ഷരം. മിണ്ടി പോകരുത്, രണ്ടക്ഷരം ഉണ്ടേ. കമ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അറിയാവോ സാർ? കമ എന്നുള്ളതിന് സംഭവം, പക്ഷെ നമ്മൾ പൊതുവെ പറയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, റബ്ബർ ബാൻഡിന് പൊതുവായി വരുന്ന അസുഖം ഏതാണ്? വലിച്ചൽ. വലിവ്. ഒന്ന് വലിച്ചേ. റബ്ബർ ബാൻഡിന് പൊതുവായി വരുന്ന അക്ഷരം വലിവ്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം, ഏത് വലിയവനും തലതാക്കുന്നത് ആരുടെ മുന്നിൽ? റൈറ്റ് ആൻസർ ബാർബർ. ഓക്കെ ഓക്കെ, ശരി. ഒമ്പതാമത്തെ ചോദ്യം, ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരു വസ്ത്രത്തിൽ ചേർന്നാൽ മറ്റൊരു വാക്കായിട്ട് മാറും, ഒരു ഡ്രസ്സായിട്ട് മാറും. ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരു വസ്ത്രവും ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു വസ്ത്രമായിട്ട് മാറും. ടീ ഷർട്ട്. റൈറ്റ് ആൻസർ ടീ ഷർട്ട്. ഓക്കെ, പത്താമത്തെ ചോദ്യം, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ചോദ്യം, മൊബൈലിലും സിഗരറ്റിലും പൊതുവായി കാണുന്നത് എന്താണ്? പുകവലി പാടില്ല. അല്ല, മൊബൈൽ ഫോണിലും സിഗരറ്റിലും പൊതുവായിട്ട് കാണുന്നത് എന്താണ്? അല്ലല്ല, മൊബൈൽ ഫോണിൽ കാണാം അപകടം. പിന്നെ പുകവലിയിലും കാണാം. പുകവലി മീൻസ് സിഗരറ്റ് ഇല്ലേ? സിഗരറ്റിലും പൊതുവായി കാണുന്നത് എന്താണ്? ഞാൻ ഇത്ര നേരം ഒന്നും ചോദിച്ചില്ലല്ലോടാ. സാല അപ്പോൾ കൂടുതലായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് താങ്കളാണ്. പറ. സിഗരറ്റിലും മൊബൈൽ ഫോണിലും പൊതുവായിട്ട് കാണുന്നത് എന്താണ്? പുകവലി മീൻസ് സിഗരറ്റിലും മൊബൈൽ ഫോണിലും. അല്ല, ഒരു ക്ലൂ തരട്ടെ. മൊബൈൽ ഫോണിൽ ഒരു സ്വിച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതന്നെ നമുക്ക് അല്ല, മൊബൈൽ ഫോണിൽ ഒരു സ്വിച്ചിനെ പറയുന്നൊരു പേര്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൽ പറയുന്നതും സിഗരറ്റിലും കാണാം. അല്ല മൊബൈൽ ഫോണിൽ നിങ്ങൾ പരസ്പരം ചോദിക്കല്ലേ, ഉത്തരം പറ. മൊബൈൽ ഫോണിലും സിഗരറ്റിലും പൊതുവായി കാണുന്നത് എന്താണ് സർ? കിട്ടും, എങ്ങനെ ഒരു ആലോചിക്കുക. മൊബൈൽ ഫോണിലൊരു സ്വിച്ച്, മൊബൈൽ ഫോണിൽ നോക്ക്, സ്വിച്ച് ബോർഡ് എടുക്കുക. അല്ല സിഗരറ്റിൽ അല്ല, മൊബൈൽ ഫോൺ അല്ല മൊബൈൽ ഫോണിലെ സ്വിച്ചിൽ ഒരുപാട് സ്വിച്ച് ഉണ്ടല്ലോ. 1 2 3 4 5 6 0 എന്നൊക്കെ പറഞ്ഞ് കുറെ സ്വിച്ച് വരുന്നില്ലേ? ആ സ്വിച്ചിന്റെ ഒരു പേര് ഇത് തന്നെ സിഗരറ്റിലും കാണാം, സിഗരറ്റുമായി ബന്ധപ്പെട്ട്. അല്ല, ഹാഷ്. റൈറ്റ് ആൻസർ ഹാഷ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഇഞ്ചോടിഞ്ചില് വിജയ് എന്ന് പറയുന്ന പേര് പറ. കുറച്ച് അഹങ്കാരം കയറിയോ സംശയം ഇല്ല. അപ്പോൾ വർഷയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് വോഡാഫോൺ കോമഡി സ്റ്റാർ, ടീം 4 സ്റ്റാർ, അതുപോലെ തന്നെ ചിരിക്കുടുക്ക, ഈ ഒരു ഗ്രൂപ്പിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കുടുകൂടെ ചിരിപ്പിച്ച, എടുത്തു പറയുമ്പോൾ ഈ കട്ടപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ഈ വോഡാഫോൺ കോമഡി സ്റ്റാറിലൊക്കെ. കട്ടപ്പ, അതിലൊരു കോമഡി വേർഷൻ ഉണ്ടായിരുന്നു. അതിൽ കട്ടപ്പയായിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനാണ്
ശ്യാം മങ്ങാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി. ഇതാ ഇതുകൊണ്ട് നിൽക്കുന്നു ഇവിടെ. ആ കുഴപ്പമില്ല, ആ മനസ്സ് കാണണം കേട്ടോ, ആ മനസ്സാണ് വലുത്. മാനേജർ സാർ അല്ല സാറുവാ സാറും കൂടി കൊടുക്ക്. എന്റെ നാട്ടുകാരാണ്, കൊല്ലക്കാരാണ്. നല്ല കൈഡ് ഉഷാറായിട്ട് BMTV ന്യൂസ് ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ് ആ. കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡ് സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ടാറ്റ.